ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചേച്ചിമ്മ പറഞ്ഞതുപോലെ സാഗർ സുജും കൂടിയും എന്താ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ചേച്ചിയും പറയുന്നുണ്ട്, ഹേമയ്ക്കും അതുപോലെ ജയമോഹനും നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നീ തന്നെയല്ലേ കൊടുത്തത്, അപ്പോൾ ആ വാക്ക് നമുക്ക് പാലിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും സാഗർ തിരിച്ചു പറയുന്നുണ്ട്, കൺമണിക്ക് കൃഷി കൊടുത്ത വാക്കും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എന്ന് പറയുമ്പോഴത്തേനും അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. അതൊന്നും നീ കാര്യമാക്കണ്ട അനിയൻകുട്ടാ. കാരണം കൃഷിൻ്റെ സ്വഭാവം നമുക്കറിയുന്നതല്ലേ. അവന് പല പെൺകുട്ടികളായിട്ടുണ്ടായിരുന്ന ബന്ധവും നമുക്കറിയുന്നതാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും നീ ആലോചിച്ച് തല പുണ്ണാക്കണ്ട എന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, അതെ സാഗർ, ഞാനും അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഹേമയ്ക്ക്. കാരണം സത്യം ചെയ്ത് പറഞ്ഞതാണ്, കൃഷി തന്നെയാണ് മാനസയെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെയും പറഞ്ഞോ എന്ന് സാഗർ ചോദിക്കുന്നു. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അതിൽ നീക്കുപോക്ക് വെക്കാൻ സാധിക്കില്ല, ഇത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും സാഗർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കല്യാണങ്ങൾ ഉറപ്പിക്കാം. ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ കൃപയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവാണ്. വന്ന ഉടനെ തന്നെ കൃഷിൻ്റെയും മാനസയുടെയും വിവാഹം നടത്തിയിരിക്കും. ഇനി ഞാൻ നീട്ടിക്കൊണ്ടാവുന്നില്ല, ഇത് കല്യാണത്തിന് ഒരുങ്ങാം ചേച്ചിയമ്മ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സുജുവിനും അതുപോലെ തന്നെ ആൻറ്റിയമ്മയ്ക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ഇനി കല്യാണ നാളുകളാണ് വരാനായിട്ട് പോകുന്നത്. ജർമ്മനിയിൽ വന്ന ഉടനെ തന്നെ വിവാഹം നടത്താമെന്ന് പറയുന്നു. പിന്നീടും നമുക്ക് കൃഷ്ണയും അതുപോലെ മഹിയുമായിട്ട് സംസാരിക്കാം കേട്ടോ കൃഷ്. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവുന്നടാ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് കൺമണിയെ എനിക്ക് ഉപേക്ഷിക്കാനും സാധിക്കില്ല. പക്ഷെ അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. നിൻ്റെ അച്ഛൻ ആൾ കൊള്ളാലോ. കാരണം മരണക്കിടകയിൽ കിടക്കുമ്പോൾ പോലും ഇങ്ങനത്തെ കാര്യങ്ങളാണോ സംസാരിക്കേണ്ടത്? അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട് കൃഷി? പിന്നെ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമൊക്കെ തന്നെയാണ്, ഞങ്ങളുടെ ചെയർമാനൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അയാളും പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. പ്രണയിക്കുന്നവരുടെ മനസ്സിലാക്കാൻ കഴിയില്ലേ നിൻ്റെ അച്ഛന്? എനിക്കിത് കേൾക്കുമ്പോൾ എന്താ കൃഷിയെ തോന്നുന്നറിയോ? ആ ഒരു ബാലഗോപാലിൻ്റെ വേഷത്തിൽ ചെന്നിട്ട് രണ്ടങ്ങ് പൊട്ടിക്കാനാണ് തോന്നുന്നത്. പക്ഷെ പൊട്ടിക്കാനും പറ്റിയില്ലല്ലോ, കൺമണി അതും തടഞ്ഞല്ലോ. പക്ഷെ എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നു. എന്താണ് നീ ഈ പറയുന്നത്? പിന്നെ അല്ലാണ്ട് ഇങ്ങനെയല്ലേ പറയേണ്ടത്? അവർ പിടിച്ച് ഒന്നാക്കേണ്ടടുത്ത് വേറെ പിരിക്കാനാണോ നോക്കേണ്ടത്? ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? കൺമണിയാണെങ്കിലോ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അത് മതി അവൾക്ക് എന്ന് പറയുന്നു കേട്ടോ. കൺമണി ഇപ്പം അധികം എന്നോട് സംസാരിക്കുന്നില്ലടാ, എന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ആരെങ്കിലും നിൽക്കുവാടാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നീയും കണക്കാണ്, അവളും കണക്കാണ്, നിൻ്റെ അച്ഛനും കണക്കാണ്, എല്ലാവരും കണക്കാണ്. ഒരു കാര്യം പറയട്ടെ, നീ പറയും അവളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന്, അവളും പറയും ചിലപ്പോൾ അവൻ എൻ്റെ പുറകെ നടക്കുവാണെന്ന്. ചിലപ്പോൾ നിൻ്റെ അച്ഛൻ പറയും അത് വേണ്ടടാ, അത് കല്യാണം നടക്കില്ലെന്ന്. ചേച്ചിയമ്മയാണെങ്കിലോ പറയും അങ്ങനെ ഉറഞ്ഞു തുള്ളും നിൽക്കും. എല്ലാത്തിലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങളെങ്ങനെയാടാ ഒന്നാവാൻ പോകുന്നത്? നിങ്ങൾക്കും പ്രശ്നങ്ങളാണ്. പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും, സ്നേഹിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. നിങ്ങളുടെ സ്നേഹമൊക്കെ എന്തിനാ വിശ്വസിക്കുന്നത്? എന്താ മഹി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷി പറയുക വീണ്ടും, ഇനിയിപ്പോൾ ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാൻ എന്താടാ മാർഗം? നീ അവളൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കുന്നില്ലടാ, അതാണ് പ്രശ്നം എന്ന് പറയുന്നു. ഫോൺ ചെയ്യ് നോക്കട്ടെ, അവൾ എടുക്കുകയോ ഇല്ലേ എന്നൊന്ന് കാണാലോ എന്ന് പറയുമ്പോൾ കൃഷ് ഫോൺ ചെയ്യാട്ടോ, കണ്ടോ റിങ് ചെയ്യുന്നുണ്ട്, അവൾ എടുക്കുന്നില്ല. നല്ല മിടുക്കി കുട്ടിയാണ് അവളെന്ന് പറയുന്നു. പിന്നെ ഇനി എൻ്റെ പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ മഹി. എന്തായാലും എത്ര എതിർപ്പുകൾ വന്നാലും ഞാൻ കൺമണിയെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ. അവൾ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും മഹി പറയുന്നുണ്ട്, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാടാ നിന്നോട് ഇത്രയും നേരം ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അവൾ മാലാഖയാണടാ, നിനക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് മാനസ ഫോൺ ചെയ്യുന്നത്. ചെകുത്താൻ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്, ഒരു ചെകുത്താത്തി തന്നെയാണ് അവൾ. എന്തായാലും ഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല ഇപ്പോൾ ഫോൺ എടുത്താൽ ശരിയാവില്ല, എന്തെങ്കിലും ഇടകൂടങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എടാ ഏത് ചെകുത്താൻ വന്നാലും എന്താ, നിൻ്റെ കൂടെ മാലാഖയുണ്ടല്ലോ, പിന്നെ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ തന്നെയാടാ ചേരുക ഒന്നാവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മഹി കൃഷ്ണൻ മനസ്സിലാക്കുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. വീണ്ടും കൺമണി കരഞ്ഞുകൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് പല കാര്യങ്ങളും ആലോചിക്കുകയാണ് സാഗർ. ICUയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ പരിത്യാഗത്തെക്കുറിച്ചൊക്കെ. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തനിക്കിതൊന്നല്ല ഒന്നും വേണ്ട, സാഗർ സാർ പറഞ്ഞ വാക്കനുസരിച്ച് എല്ലാം വേണ്ട എന്ന രീതിയിലിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഗൂഗിൾ വരുന്നുണ്ട്. എന്താ അപ്പം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാ ക്രിസ് സാർ വിളിക്കുന്നുണ്ടല്ലോ, ഫോൺ ചെയ്യുമ്പോൾ അത് എടുക്കുന്നു കൂടിയില്ല. അപ്പോഴത്തേനും സാർ വിളിച്ചാൽ പോലും
അപ്പം എന്താ ഫോൺ എടുക്കാത്തത്? അതിൻ്റെ ആവശ്യം എന്താ? എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇനി ഫോണൊന്നും എടുക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ പൊന്നപ്പേ, ഇത്രയും നേരം അപ്പം ആലോചിച്ചുകൊണ്ടിരുന്നത് ആ പീരിമേട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്ന സന്ദർഭങ്ങളെക്കുറിച്ചല്ലേ? അപ്പയ്ക്ക് ഒരിക്കലും ക്രിസ് സാറിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ വാശി? അങ്ങനെ വാശി പിടിച്ചിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ലടാ. എനിക്കെല്ലാം മടുത്തു. ഇനി വേണ്ട. സാഗർ സാറ് പറഞ്ഞ വാക്ക്. സാറിനോടൊന്ന് പോവാൻ പറഞ്ഞ് നിങ്ങൾ തമ്മിലാണ് ഒന്നാവേണ്ടത്. ക്രിസ് സാറ് എത്ര ആഗ്രഹിച്ചിട്ടാണ് അപ്പയെ വിളിക്കുന്നത്. സ്നേഹമില്ലാത്ത ഒരാൾ വീണ്ടും വീണ്ടും അപ്പയെ വിളിച്ച് ശല്യം ചെയ്യൂ? ഇല്ലല്ലോ. പിന്നെയും പിന്നെയും വിളിക്കുന്നത് കണ്ടോ? നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പയ്ക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഈ താലിമാല ഉണ്ടല്ലോ, അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞേക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പയ്ക്ക് ഇതിന് സാധിക്കില്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ അപ്പയുടെ മനസ്സിൽ ക്രിസ് സാർ മാത്രമേ ഉള്ളൂ. അപ്പ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ സ്നേഹിക്കുന്നത് ക്രിസ് സാറിനെയാണെന്ന് ഈ താലി കഴുത്തിലിട്ട് നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. പിന്നെ ക്രിസ് സാറ് എന്തായാലും വിളിച്ചു. എന്തായാലും ഈ രാത്രി തന്നെ സാർ ഇങ്ങോട്ട് വരും. അപ്പോൾ കണ്ടോ, കാരണം ഇതിന് മുന്നേ സാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഫോൺ പിടിച്ച് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ അങ്ങോട്ട് പോന്നു. അതിനുശേഷം മാനസയാണെങ്കിൽ കൃഷ്ണനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹേമയോട് പറയുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴത്തേനും, അമ്മയൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേനും ആൻറ്റി അമ്മ അങ്ങോട്ട് വരുന്നു. എന്താ ഇവിടെ ഒരു തർക്കം എന്ന് പറയുമ്പോഴത്തേനും, ഒന്നുമില്ല. ഉണ്ട് ചേച്ചിമേ, തർക്കം തന്നെയാണ്. കൃഷിനെക്കുറിച്ച് തന്നെയാണ്. ഇവൾ ഫോൺ ചെയ്തിട്ട് കൃഷി എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. എന്ത് പരിഹാരത്തെക്കുറിച്ചാണ് ചേച്ചിയമ്മ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും കല്യാണം നടത്താനായിട്ട് പോവാണ് സാഗറും സുജു. ഇത് കുറേ കേട്ടതാണ് ചേച്ചിയമ്മ. ഇനിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പലപ്പോഴുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ, ഒന്നും നടക്കാനും പോകുന്നില്ല. അതാണെങ്കിൽ വ്യാമോഹം മാത്രമാണെന്ന് ഹേമ പറയുന്നുണ്ട്. ഹേമ പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ, തീർച്ചയായും ചേച്ചിയമ്മ പറഞ്ഞു, സാഗറും സുജുവും കൂടി ജർമ്മനിയിലേക്ക് പോയിട്ട് കൃപയെ കൂട്ടിക്കൊടുന്ന ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് പോകുന്നു കേട്ടോ. അതിൽ യാതൊരു തർക്കങ്ങളും ഇല്ല. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും കൃഷിൻ്റെ കാര്യം അവൻ ആ കൺമണിയുടെ പിടിയിലാണ്. അവനെ ആ പിടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാനും കൂടി നമ്മൾ ശ്രമിച്ചാൽ മതി. അവനെക്കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല മോനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മാനസിക സന്തോഷമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിങ്ങൾ ചാടല്ലേ പെണ്ണെ, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കാനായിട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, കൃഷിൻ്റെ മനസ്സിൽ കയറി പറ്റുന്നതിനോടൊപ്പം തന്നെ രണ്ട് മനസ്സുകളിലും കയറി പറ്റണം. അതാരുടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് സുജുവിൻ്റെയും സാഗറിൻ്റെയാണ്. വിവാഹം കഴിച്ച് വരുന്ന മരുമകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള അവരുടെ ഒരു മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് നീ മാറിക്കൊണ്ടിരിക്കണം. എന്നാലാണ് അവർ നിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുന്നു. അത് ഞാൻ ഏറ്റു. ഏത് രീതിയിലും എനിക്ക് മാറാൻ സാധിക്കും. എന്നാൽ അതിനുള്ള ആരംഭം കുറിച്ചോളൂ എന്ന് പറയുന്നു. പിന്നെ കൺമണിയുടെ കാര്യം അങ്ങ് വിട്ടേക്ക്, അവന് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ ഒരു കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറയുന്നു. വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, കൺമണിയെ കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ പറയുന്നു. എല്ലാം നിൻ്റെ മിടുക്ക് പോലെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേനും ഹേമയും മാനസയും കൂടി സംസാരിക്കുന്നു. എന്താ മോളെ, എന്തായാലും സന്തോഷമായി. അമ്മയ്ക്ക് നിൻ്റെ സന്തോഷമാണല്ലോ വലുതെന്ന് പറയുമ്പോൾ, എന്തായാലും നമുക്ക് സന്തോഷമായി അമ്മേ. ഇവരുടെയൊക്കെ കഷ്ടകാലം തുടങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ കഴുത്തിൽ ആ താലി ഒന്ന് വീണോട്ടെ, അതോടുകൂടി തീർന്നുവല്ല എന്ന രീതിയിൽ പക വീട്ടാനായിട്ട് നിൽക്കാട്ടോ മാനസ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് നമുക്ക് വൈകി